വണ്ടി റിനോൾട്ടിന് ഡസ്റ്ററാണ്. ഇത് സംടൈംസ് വണ്ടി സ്റ്റാർട്ടാവുന്ന കസ്റ്റമർ പറയുന്നത്. കാരണം ഇടയ്ക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നിർത്തിയ ശേഷം സ്റ്റാർട്ടാവുന്നതാണ്. വണ്ടി ഓട്ടോമാറ്റിക്കാണ്, ചില സമയങ്ങളിൽ സ്റ്റാർട്ടാവുന്ന പറയുന്നത്. വണ്ടി സ്റ്റാർട്ടാവാതെ ക്രാങ്കിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. വാണിംഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷേ വണ്ടി സ്റ്റാർട്ടാവില്ല, ചില സമയങ്ങളിൽ മാത്രമാണ്. പക്ഷേ ഇതിന് കോഡ് കാണിക്കുന്നത് ഈ ഒരു കോഡ് മാത്രമേ ഉള്ളൂ. അത് ബ്രേക്ക് പെഡൽ, ബ്രേക്ക് ആക്സിലേറ്റർ പെഡൽ പൊസിഷൻ ജാമഡ് മാത്രമേ. പക്ഷേ അത് നമ്മൾ നോക്കി അത് പ്രശ്നമില്ല. അത് മെമ്മറി കാണിക്കുന്നത് ക്ലിയർ ചെയ്താൽ പോകുന്ന സംഭവങ്ങളാണ്. പക്ഷേ അതുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നം കാണിക്കുന്നില്ല. ഇപ്പോൾ വേറെ കോഡ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ വണ്ടി സ്റ്റാർട്ടാവില്ല. അത് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി നമ്മൾ പറയും. പിന്നെ വണ്ടി ലോങ് സ്റ്റാർട്ടിങ് ക്രാങ്കിങ് ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാണ് കേട്ടോ. കഴിക്കണം, ജസ്റ്റ് അത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. പക്ഷേ സ്റ്റാർട്ടാവാൻ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവത്തുമില്ല. ആ സമയം നമ്മൾ ലോങ് ക്രാങ്കിങ് ചെയ്ത് 2 തവണ ക്രാങ്ക് ചെയ്താൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാകും, പിന്നെ ഈ പ്രശ്നം കാണിക്കില്ല കേട്ടോ. അങ്ങനെ എൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. ഫ്യൂൽ പ്രഷർ കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓണാക്കി. ഇത് സിമ്പിൾ ടെക്നിക്കാണ് കേട്ടോ. ഇത് സിമ്പിൾ ടെക്നിക്കാണ്. പമ്പിലേക്ക് ലൈൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ സാധാരണ ലൈനൊന്ന് മാറ്റിയിട്ടേ നോക്കാവുള്ളൂ. പെട്രോൾ എടുത്തുകൊണ്ട് വെക്കരുത്. നമുക്ക് ഓഫ് ചെയ്തു. രാവിലെ തണുത്തിരിക്കുമ്പോഴാണ് കറണ്ട് വരാത്തത്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് പമ്പ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിയ ശേഷം വണ്ടി നിർത്തുമ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ടാങ്കിലേക്ക് പമ്പിനകത്തോടെ പെട്രോൾ റിട്ടേൺ പോയി കഴിഞ്ഞിട്ട് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ 2 സെക്കൻഡൊക്കെ പമ്പ് ഓണോ, 2-3 സെക്കൻഡ്. ആ സമയത്ത് പെട്രോൾ അങ്ങ് എത്തില്ല. ഫിൽറ്ററെല്ലാം ഫില്ല് ചെയ്ത് അങ്ങ് എത്താൻ പറ്റാതെ വരുമ്പോഴാണ് സ്റ്റാർട്ടാവുന്നത്. 2-3 ക്രാങ്കിങ് ആയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യും. അതാണ് എൻ്റെ കംപ്ലയിൻറ്റ്. ഈ പമ്പിനകത്ത് പെട്രോൾ ലീക്കായി പോയിട്ടാണ് എൻ്റെ കംപ്ലയിൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. ഇതിന് 17,500 വിലയുണ്ട്. അതുകൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് വേണം മാറണ വേണ്ടി തീരുമാനിക്കാം നമുക്ക്. ഉണ്ടോ, ഈ പെട്രോൾ ലീക്കായി ടാങ്കിലേക്ക് തന്നെ പോകുന്നതുകൊണ്ടാണ് ഈ സംഭവം ലോങ് ക്രാങ്കിങ് സംഭവിക്കും. ലോങ് ക്രാങ്കിങ് ഉള്ളൂ, വണ്ടി സ്റ്റാർട്ടാവാതിരിക്കും. വണ്ടി സ്റ്റാർട്ടാവും, പക്ഷേ ലോങ് ക്രാങ്കിങ് ആയിരിക്കും. ഈ പമ്പ് അസംബ്ലി മാറിയാലേ റെഡി.